കയ്യകലത്തർജുൻ നിമിഷങ്ങൾ എണ്ണി നാട്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് 10ാം ദിനം. അപകട സ്ഥലത്തുനിന്ന് 20 മീറ്റർ മാറി കണ്ടെത്തിയ ലോറിയിൽ നിന്ന് അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. ഡ്രോൺ ദൗത്യത്തിനായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദിരബാലന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തുണ്ട്. ലോറി വലിച്ചു കയറ്റാൻ വലിയ ക്രെയിൻ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ശിരൂരിൽ നിന്നിപ്പോൾ തത്സമയ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറും ഹാഷ്മി താജ് ഇബ്രാഹിമും അരുൺ പാറയ്ക്കലും ചേരുന്നുണ്ട്. ആദ്യം ഹാഷ്മിയിലേക്കാണ്. ഹാഷ്മി, ഇന്നേറെ നിർണായക ദിനമാണല്ലോ, ഒട്ടേറെ പ്രതീക്ഷകളുള്ള ദിനമാണല്ലോ. എപ്പോഴാരംഭിക്കും തിരച്ചിൽ ഹാഷ്മി? ഉന്മേഷ ദൗത്യത്തിന്റെ 10ാം നാളാണ്. 10ാം നാൾ ഏറെ പ്രതീക്ഷയുള്ള ഏറ്റവും നിർണായകമായ ദിവസമാണ് ഈ 10ാം നാൾ എന്ന് ഉറപ്പായും പറയാം. ഉന്മേഷ് പറഞ്ഞ പോലെ അല്പസമയത്തിനകം തന്നെ ഈ തിരച്ചിൽ തുടങ്ങാൻ പോകുന്നു. അപ്പോഴും പ്രശ്നം ഉന്മേഷ്, ഇന്നലെ വൈകുന്നേരമൊക്കെ നമ്മൾ കണ്ട പ്രതികൂലമായ കാലാവസ്ഥ രാവിലെയും വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. രാവിലെ ഒരു വലിയ മഴ ഇപ്പോൾ പെയ്ത് ജസ്റ്റ് ഒഴിഞ്ഞതേ ഉള്ളൂ. ഇത്തരത്തിൽ ചെറിയ മഴയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മഴ പെയ്ത ഒഴിയുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. മഴ നിന്ന് പെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. വലിയ കാറ്റൊക്കെ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം. ഇന്നെന്തായാലും കാലാവസ്ഥ അനുകൂലമാകും എന്ന് തന്നെ വേണം കരുതാൻ. കാരണം അലർട്ട് ഓറഞ്ചിലേക്ക് മാറുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ മഴ കുറച്ച് കുറയും എന്നുള്ളതായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇവിടെ മാത്രം മഴ കുറഞ്ഞാൽ പോരാ ഉന്മേഷ്. ഇവിടം മലകളിൽ, കാടുകളിൽ, ഈ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ മല കുറയണം. എങ്കിൽ മാത്രമേ ഈ ഗംഗാവാലി പുഴയിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയുള്ളൂ. ഇന്നലെ നമ്മൾ കണ്ടതാണ് നേവി ഡൈവർ സംഘം അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. അത്രത്തോളം അഗാധമായ വലിയ ആഴത്തിൽ വലിയ കുത്തൊഴുക്കാണ്. മാത്രമല്ല, ഇനി ഈ ദൗത്യം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നേവി ഡൈവർ സംഘത്തിന് അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തേ മതിയാവുകയുള്ളൂ. അതല്ലാതെ ഒരിഞ്ചാ ദൗത്യം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നിപ്പോൾ ആ ലോറി, നമ്മൾ ഈ കഴിഞ്ഞ 9 നാളുകൾ തിരഞ്ഞ ആ ലോറി ഇന്നലെ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടി അത് കൃത്യമായി ഷാർപ്പ് ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. സൈന്യം അറിയിക്കുന്നത് സൈന്യത്തിന്റെ ആദ്യ പരിഗണന, അങ്ങനെയല്ല, ആദ്യ പരിഗണന അതുതന്നെയാണ്. നേവി ഡൈവർമാർ ജമ്പ് ചെയ്യുക, പുഴയുടെ അടിത്തട്ടിലേക്ക് പോവുക, ഈ ലോറി കിടക്കുന്ന അതിന്റെ ക്യാബിൻ തുറന്ന് അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ആരായുക, അർജുനെ പരിശോധിക്കുക എന്ന് തന്നെയാണ് ആദ്യ പരിഗണന. അതിനുശേഷമാകും ഈ ലോറി പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുക. ആദ്യ പ്രയോറിറ്റി അർജുന് തന്നെയാണ്. അർജുന്റെ അവസ്ഥ എന്താണ് എന്ന് അറിയുന്നതിന് ആദ്യ പ്രയോറിറ്റി. അതിന് ഈ നേവി ഡൈവർമാരുടെ സംഘം അങ്ങോട്ടേക്ക് അല്പസമയത്തിനകം എത്തും. ഇന്നലെ ഒരു 10-10:30 വരെ അവിടെ തുടർന്നിരുന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ അനുകൂലമായില്ല. അത് കാരണം ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. ഇന്നിപ്പോൾ അതിരാവിലെ തന്നെ അല്പസമയത്തിനും നേവിയുടെ സംഘം അങ്ങോട്ടേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ 6-7 മണിയാകുമ്പോഴേക്കും നേവി ഡൈവേഴ്സും അകത്തേക്ക് പോകുന്നതാണ്. ഇന്ന് ഇതുവരെ പോയിട്ടില്ല. അധികം വൈകാതെ തന്നെ അവർ പോയി അവരുടെ ദൗത്യം തുടങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, അതിനുശേഷമാകും അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞതിനു ശേഷമാകും ലോറി പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുക. അത് ഉറപ്പായും കുറച്ച് കഠിനാധ്വാനം ഉള്ള പണിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സൈന്യത്തിന് കുറച്ച് ഇത്തരം സംഭവങ്ങൾ ചെയ്ത് പരിചയമുള്ള സൈന്യത്തിന് അത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനാവശ്യമുള്ള ക്രെയിൻ സംവിധാനങ്ങൾ, വിങ്ങർ സംവിധാനങ്ങൾ, ആവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഇതിന്റെ ചുറ്റുവട്ട മേഖലകളിൽ സ്വരുക്കൂട്ടിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ലഭ്യമാകാവുന്ന തരത്തിൽ ക്രെയിനുകളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അതിനിടയിൽ റിട്ടയർഡ് മേജർ ഇന്ദിരബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാത്രി ഇവിടെ എത്തുകയും ദൗത്യ സംഘവുമായും നേവിയുമായും ഒക്കെ ചർച്ച നടത്തുകയും ചെയ്ത് ഇന്ന് രാവിലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഡ്രോൺ എന്ന് പറയുമ്പോൾ അതിശക്തമായ ഡ്രോണാണ്. അപ്പോൾ അതുവഴിയുള്ള പരിശോധനയിൽ നമ്മൾ സോണാറിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി
ക്ലിയർ ആയിട്ടുള്ള ഇമേജുകൾ കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ അതുകൂടി ആകുമ്പോഴേക്കും ഈ ലോറി പുറത്തെത്തിക്കൽ ദൗത്യം കുറച്ച് എളുപ്പമാകുമെന്നാണ് കരുതുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോറിയുടെ കിടപ്പ്, ഈ ലോറിയുടെ ഘടന ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ഇതെവിടെയാണ് ടക്കൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതെവിടെയാണ് കെട്ടുക, ഇതെവിടെയാണ് ഹുക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഈ ലോറിയുടെ കിടപ്പ് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. ഉന്മേഷ് നമ്മളോട് ഇന്നലെ കാർവാർ എസ് പി പറഞ്ഞതാണ്, ലോറി കീഴ്മേൽ മറിഞ്ഞ് കിടപ്പാണ്, പുഴക്കടിയിൽ കീഴ്മേൽ മറിഞ്ഞ് കിടപ്പാണ്. ആ മൺകൂനയ്ക്കും, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന മൺകൂനയ്ക്കും കരയ്ക്കും ഇടയിലായി പുഴയോട് ചേർന്നാണ് ആ ലോറി അങ്ങനെ കിടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആകാംക്ഷാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ആകാംക്ഷപൂർവ്വം ഉറ്റുനോക്കുന്നത് അർജുനെ കുറിച്ച് തന്നെയാണ്. അതാ ഈ ദൗത്യത്തിന്റെ 10ാം നാൾ അല്പസമയത്തിനകം നേവിയുടെ മുങ്ങൽ വിദഗ്ധർ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ, പ്രൊവൈഡഡ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ രാത്രികാലങ്ങളിൽ വലിയ മഴ പെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഇന്ന് രാത്രി നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിൽ, നമ്മൾ താമസിച്ച മേഖലയിലൊന്നും വലിയ മഴ, അങ്ങനെ പെരുമഴ മിനിഞ്ഞാന്നൊക്കെ പെയ്ത പോലെയുള്ള ഒരു മഹാമാരി കണക്കെയുള്ള പെരുമഴ രാത്രികാലങ്ങൾ പെയ്തിട്ടില്ല. അതുതന്നെയാണ് മലമുകളിലെയും കാട്ടിലെയും ഒക്കെ അവസ്ഥയെങ്കിൽ, വൃഷ്ടിപ്രദേശങ്ങളിലെ അവസ്ഥയെങ്കിൽ, അധിക ജലം ഈ ഗംഗാവാലിപ്പുഴയിലേക്ക് ഒഴുകി വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നേവി ഡൈവർമാർക്ക് ജമ്പ് ചെയ്യാൻ പരുവത്തിന്, എന്ന് പറഞ്ഞാൽ ഈ ഗംഗാവാലിപ്പുഴയിൽ കുത്തൊഴുക്ക് അവസാനിക്കില്ല, അത് ഉറപ്പ്. പക്ഷേ സേഫായി നമ്മുടെ നാവികസേനാംഗങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക മാത്രമാണ് പ്രധാനം. അങ്ങനെ ഒഴുക്കൽപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അധികം വൈകാതെ ദൗത്യം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെയൊക്കെ എംഎൽഎമാരൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നു ഉച്ചയോടുകൂടി തന്നെ, ഉച്ചയല്ല രാവിലെയോടുകൂടി തന്നെ, ഒരു 10, 10:30, 11 മണിയോടുകൂടി തന്നെ ഇതിലൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുമെന്നുള്ള എംഎൽഎമാരുടെ പ്രതീക്ഷ. പക്ഷേ അതിലൊക്കെ പ്രശ്നം ഈ കാലാവസ്ഥ തന്നെയാണ് ഉന്മേഷ്. രാവിലെ തന്നെ മഴ പെയ്തു തുടങ്ങുന്നുണ്ട്, അന്തരീക്ഷം മേഘാവൃതമായി തന്നെ നിൽക്കുന്നുണ്ട്. മഴ അത്തരത്തിൽ ഇന്നലെയൊക്കെ പെയ്തുപോലെയുള്ള വലിയ മഴ പെയ്യുകയാണെങ്കിൽ, കൊടുങ്കാറ്റ് പോലുള്ള കാറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ ആ ദൗത്യം പിന്നെയും ദുഷ്കരമാകും. ഇതിനോടകം തന്നെ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പുഴയുടെ മറുകരയ്ക്കിൽ പോകുമ്പോൾ രാവിലെ തന്നെ നേവിയുടെ ഡിങ്കി ബോട്ടുകൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ ദൗത്യം തുടങ്ങിയിട്ടില്ല. ഒരു പക്ഷേ റിട്ടയർഡ് മേജർ ഇന്ദർബാലിന്റെ ആ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയും രാവിലെ തന്നെ നടക്കാനാണ് സാധ്യത. അതും അല്പസമയത്തിനകം നടക്കാനാണ് സാധ്യത. അതിനുശേഷമാകും ഒരുപക്ഷെ നേവിയുടെ ഡൈവർ സംഘം അങ്ങോട്ടേക്ക് എത്തുക, പുഴയ്ക്ക് അകത്തേക്ക് പോകാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉന്മേഷ്, ഇന്ന് 10ാം നാൾ, ദൗത്യത്തിന്റെ 10 നാളുകളാണ്, അത് ചെറിയ നാളുകളല്ല. ഏത് രീതിയിലാകും അർജുന്റെ അവസ്ഥ എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും അറിയില്ല. 10 ദിവസം എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവൻ സംബന്ധിച്ച് അത്തരം ദുഷ്കരമായ സാഹചര്യത്തിൽ ചെറിയ കാലയളവല്ല. നമ്മൾ ഇന്നലെ അർജുന്റെ ബന്ധുക്കളുമായൊക്കെ സഹോദരി ഭർത്താവുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ജിതിൻ പറയുന്നുള്ളൂ. അവർ ഒരുപക്ഷെ വർസ്റ്റ് കേസ് സിനേറിയോ ഉണ്ടാവാനിടയുള്ളതൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ച പല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു അത്ഭുതം, ഒരു മിറക്കിൾ എന്ന രീതിയിൽ കരുത്തോടെ അർജുൻ ആ പുഴയ്ക്ക് മുകളിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ഈ ഘട്ടത്തിൽ. എന്തായാലും അല്പസമയത്തിനകം തന്നെ നാവികസേനയുടെ ഡൈവർ സംഘം ഗംഗാവാലി പുഴയ്ക്കുള്ളിലേക്കുള്ള പരിശോധന തുടങ്ങാൻ പോകുന്നു. അല്പസമയത്തിനകം, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രേക്ഷകരോട് നമുക്ക് ഈ തെരച്ചിലിന്റെ ഷിരൂരിന്റെ മിഷൻ അർജുന്റെ അന്തിമ ഫലം അറിയിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. ആദ്യ പ്രയോറിറ്റി അർജുൻ തന്നെയാണ്. അതിനുശേഷമാകും ലോറി പുറത്തെത്തിക്കുക എന്നതിൽ വിശദമായ പരിശോധനയും വിശദമായ അന്വേഷണവും നടക്കുക. ഉന്മേഷ്, ശരി. ഹാഷ്മിയിലേക്ക് എത്താം.